മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളം തമ്മനത്ത് ജലസംഭരണി തകർന്നതിനെ തുടർന്ന് നിലച്ച നഗരത്തിലെ ജലവിതരണം ഭാഗികമായി പുനരാരംഭിച്ചു. പേട്ട ഭാഗങ്ങളിലേക്കുള്ള പമ്പിംഗ് ആണ് ആരംഭിച്ചത്. വെള്ളം എത്താത്ത മറ്റ് ഭാഗങ്ങളിലേക്ക് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നത് തുടരും. ഇന്ന് വൈകിട്ടോടെ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ. സംഭരണി തകർന്നതോടെ നഗരത്തിലെ 30% സ്ഥലത്താണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെ, രാവിലെ 9 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 വരെയും എന്ന കണക്കിൽ ഒരു ദിവസം 3 തവണ ആണ് പമ്പിംഗ് പുനർക്രമീകരിച്ചത്. 1.36 കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കിന്റെ 2 സംഭരണികളിൽ ഒന്നാണ് തകർന്നത്. രണ്ടാമത്തെ സംഭരണിയിൽ നിന്നാണ് നിലവിൽ പമ്പിംഗ് നടക്കുന്നത്. തകർന്ന സംഭരണിയുടെ അറ്റകുറ്റപ്പണികൾക്കൊപ്പം രണ്ടാമത്തെ സംഭരണിയിലെ ചോർച്ചയും പരിഹരിക്കേണ്ടതുണ്ട്. എറണാകുളം തമ്മനത്ത് കഴിഞ്ഞ ദിവസമാണ് ജലസംഭരണി തകർന്നത്. ഇതേ തുടർന്ന് നഗരത്തിലെ നിരവധി പ്രദേശങ്ങളിൽ ജലം വിതരണം മുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരം ആകുന്നു എന്ന് പറയാൻ സാധിക്കും. നിലച്ച ജലവിതരണം ഭാഗികമായി പുനരാരംഭിച്ചിരിക്കുകയാണ്. പേട്ട ഭാഗങ്ങളിലേക്കുള്ള പമ്പിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. വെള്ളം എത്താത്ത മറ്റ് ഭാഗങ്ങളിലേക്ക് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നത് തുടരും. ഇന്ന് വൈകിട്ടോടെ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. സംഭരണി തകർന്നതോടെ നഗരത്തിലെ 30% സ്ഥലത്താണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായത്. പുലർച്ചെ 3 മണി മുതൽ 5 വരെയും രാവിലെ 9 മുതൽ 11 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും എന്ന കണക്കിലാണ് ഒരു ദിവസം 3 തവണ ആയി പമ്പിംഗ് പുനർക്രമീകരിച്ചിരിക്കുന്നത്. 1.36 കോടി ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കിന്റെ 2 സംഭരണികളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. രണ്ടാമത്തെ സംഭരണിയിൽ നിന്നാണ് നിലവിൽ പമ്പിംഗ് നടക്കുന്നത്. തകർന്ന സംഭരണിയുടെ അറ്റകുറ്റപ്പണികൾക്കൊപ്പം രണ്ടാമത്തെ സംഭരണിയിലെ ചോർച്ചയും പരിഹരിക്കേണ്ടതുണ്ട്.